ആലപ്പുഴ ബീച്ചിൽ കാർണിവൽ നടത്താൻ നഗരസഭയും തുറമുഖ വകുപ്പും ചേർന്ന് നടത്തിയത് കോടികളുടെ അഴിമതിയെന്ന് പ്രതിപക്ഷം. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറും. സംഭവസ്ഥലം നേരിട്ട് സന്ദർശിക്കണമെന്ന് ജില്ലാ കളക്ടറോട് പ്രതിപക്ഷ അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് നൈറ്റിൽ ആര്യ ചേരും. UDF ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയാണ് അനധികൃതമായി ആലപ്പുഴ ബീച്ചിൽ കാർണിവൽ നടത്താൻ അനുമതി നൽകിയത്. ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം വന്നിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് കാർണിവലിന് അനുമതി നൽകിയത്. ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ ആ ഫയൽ ചേംബറിൽ വിളിച്ചു വരുത്തി നഗരസഭാ കൗൺസിലും ബന്ധപ്പെട്ട ആളുകളും അറിയാതെ രഹസ്യമായി ഒരു 35 ദിവസത്തേക്ക് കൂടി ഒരു മുൻകൂർ അനുവാദം നഗരസഭാ ചെയർപേഴ്സൻ്റെ ഒരു പ്രധാനപ്പെട്ട അധികാരമാണത്. അപ്പോൾ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുൻകൂർ അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം നീണ്ട ദിവസം ഇത് പ്രവർത്തിക്കാൻ നഗരത്തിൽ വരുന്ന ബീച്ചിൽ പ്രവർത്തിക്കാൻ ഇടയാക്കിയത്. 20 കോടിയിലധികം രൂപയാണ് കാർണിവലിന്റെ ഭാഗമായിട്ട് സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചത്. ഇതിന്റെ 2% പോലും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 2 കോടിയിലധികം രൂപ ആലപ്പുഴ നഗരസഭയ്ക്ക് ടാക്സായി കിട്ടുന്നതാണ്. പക്ഷേ ഇത് 12 ലക്ഷം രൂപ മാത്രമാണ് നഗരസഭയ്ക്ക് പൈസയായി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും 20 കോടി രൂപയോളം രൂപ അവിടുന്ന് കളക്ഷൻ വാങ്ങിയ ഒരു 2 കോടി രൂപ നഗരസഭയിൽ നിയമാനുസരണം അടക്കേണ്ടടുത്ത് 12 ലക്ഷം രൂപ അടച്ചിട്ട് ഇവിടുന്ന് കടന്നു കളയുമ്പോൾ സ്വാഭാവികമായും ബാക്കി പണം നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു. മായി അഴിമതി നടന്നതായും ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കാർണിവലിന് ശേഷം മാലിന്യങ്ങൾ ബീച്ചിൽ നിന്നും നീക്കം ചെയ്യാത്തത് മൂലം മാലിന്യ കൂമ്പാരമായി ആലപ്പുഴ ബീച്ച് മാറിയിരിക്കുകയാണ്. കാർണിവൽ നടത്തുന്നതിന്റെ പേരിലാണ് ആലപ്പുഴ ബീച്ച് സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ നൽകിയത്. ഇതിന് പിന്നിൽ ആലപ്പുഴ നഗരസഭയും തുറമുഖ വകുപ്പുമാണെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന പരാതി. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ക്യാമറാമാൻ അനസമാനൊപ്പം ഷാജഹാൻ.